السلام عليكم ورحمة الله. الحمد لله الحمد لله باركنا بشهر رمضانه الكريم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى الحمد لله حمدا كثيرا طيبا مباركا فيه. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിലാണ് നാം ഓരോരുത്തരും. ഈ റമളാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേർ ഇന്ന് മണ്ണിനടിയിലാണ്. നമ്മൾ ഇന്ന് ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്‌ലിസിലും അതുപോലെ പള്ളികളിലൊക്കെ സജീവമായി നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു. ഇതുപോലെ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഹോസ്പിറ്റലുകളില്, വീടുകളിലൊക്കെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. റമദാനിനെ നമ്മളെക്കാൾ ആഗ്രഹിച്ച നമ്മുടെ ഉമ്മമാർ പല ആളുകളും ഇന്ന് മണ്ണിനടിയിലാണ്. നമുക്ക് ഈ ഒരു പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം പരിശുദ്ധ റമദാൻ മാറ്റങ്ങളൊന്നുമില്ലാതെ അങ്ങനെ തള്ളി നീക്കിയാൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകും. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഓരോ നേരവും ഓരോ നിമിഷവും ഈ റമദാനിനെ ഇതുപോലെ കാണാൻ, ഇതുപോലെ നമുക്ക് അനുഷ്ഠിക്കാൻ, കാര്യങ്ങളൊക്കെ പരസ്പരം പഠിക്കാൻ അവസരം തന്ന, തൗഫീക്ക് തന്ന പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുക എന്നതാണ് പ്രിയമുള്ളവരെ നമ്മളെ ഓരോരുത്തരിലും ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ റമദാൻ ഖുർആനുമായി ജീവിച്ചു തുടങ്ങാൻ, ആ രൂപത്തിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും സാധിക്കണം. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ടും പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ആ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു മാസക്കാലം ഈ നിലയിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമ്മളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ പരിശുദ്ധ മാസം അല്ലാഹു ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടു. ഈ ഒരു മാസം മനസ്സിന് മാറ്റവും നമ്മുടെ മനസ്സിന് ശക്തിയും നമ്മുടെ മനസ്സ് ഏറ്റവും നന്നാവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഈ റമളാൻ മാസം നമ്മൾ ഒരു മാസക്കാലം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ശീലിക്കുന്നത് അത് ബാക്കിയുള്ള 11 മാസവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. എന്ത് നന്മ ചെയ്യുമ്പോഴും പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പാതിരാ നേരത്ത് നല്ലോണം ഉറക്കമുള്ളൊരു സമയമാണ് അത്താഴം, പാതിരാ സമയം എന്ന് നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്തും അവിടെ അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന ഒരു നീയത്ത്, ഇതിന്റെ പിന്നിൽ ഒരുപാട് ഭക്ഷണം വാരി തിന്നുക എന്നതിലപ്പുറം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണമെന്ന നീയത്തില് നമ്മുടെ ലക്ഷ്യം പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കിട്ടണം എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു മാസം നമ്മൾ ശീലിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. അതിനുവേണ്ടി എല്ലാത്തിനും നാഥാ നിന്നിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കണമേ എന്ന നീയത്തുണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാക്കാൻ ശ്രമിക്കണം. നമുക്കറിയാം, വെളിച്ചം കെട്ടുപോയാൽ അത് ഇരുട്ടാണ്. നല്ല കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അപ്പോഴാണ് നമ്മുടെ മനസ്സിന് വിശാലതയുണ്ടാവുക. തിന്മ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് മനപ്രയാസമാണ് ഉണ്ടാവുക. വെളിച്ചമുള്ള മനുഷ്യന് എന്ത് വിഷമം വന്നാലും അത് നമുക്ക് നിലനിന്നു പോകും. അത് ഈമാനാകുന്ന പ്രകാശമാണ്, നമുക്കത് തരണം ചെയ്യാൻ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് ഈ റമളാനിൽ ഈമാനാകുന്ന പ്രകാശത്തിന്റെ വെളിച്ചം ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതോടൊപ്പം ഇങ്ങനെയുള്ള ഒരു ഇൽമിന്റെ മജ്‌ലിസ് നമ്മൾ പഠിക്കാൻ, കേൾക്കാൻ ഒരുമിച്ച് കൂടുകയാണ്. അപ്പൊ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, നന്നായി അറിവ് നേടാൻ നമുക്ക് പറ്റണം. അറിവ് നേടണം.
അറിവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു തോട്ടത്തിൽ കയറിയാൽ ആ തോട്ടത്തിൽ നിന്ന് നല്ല മണം, നല്ല സുഗന്ധം, നല്ല കാറ്റ്, നല്ല കണ്ണിന് കുളിർമ നൽകുന്ന പച്ച പിടിച്ച നല്ല കാഴ്ചകള് ഇങ്ങനൊക്കെ കിട്ടും. ഇതുപോലെയാണ് അറിവ് നേടിയ ആളുകളുമായി മറ്റൊരാൾ ഇടപഴകുന്ന സമയത്ത് ഒരു തോട്ടത്തിൽ കയറിയ പ്രതീതിയിൽ ആ തോട്ടത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ, ലഭിക്കുന്നുണ്ടോ. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, അറിവുള്ള ആളുകളുടെ കൂടെ കൂടിയാൽ, ആരാണോ അറിവുള്ളവരുമായി ഇടപഴകുന്നത് ആ കൂടുന്ന വ്യക്തികൾക്ക് ഇവരിൽ നിന്ന് ഒരുപാട് നേട്ടമുണ്ടാകും. ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ഉന്മേഷമുള്ളത് പോലെയാണ് പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നാം അറിവ് നേടുന്ന സമയത്ത് നമുക്ക് അറിവുള്ള ആളുകളും അറിവില്ലാത്തവനും സമമല്ല, രണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം വോയിസ് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നിങ്ങൾ കേൾക്കുന്ന വോയിസ്, ഇത് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് വലിയ അവസരമാണ്. അപ്പോൾ ഈ അവസരമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി അറിവ് നേടുക എന്നതും ഈ ഒരു പരിശുദ്ധ റമളാനിൽ നാം ശീലമാക്കി മാറ്റുക. അതോടൊപ്പം പ്രിയമുള്ളവരെ, നമ്മൾ നന്നായി ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവീൻ, അള്ളാഹുവിന്റെ ദിക്റുകൾ ഉരുവിടുക. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമല്ല. അതുപോലെയാണ് പ്രിയമുള്ളവരെ, ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്നവനും അള്ളാഹുവിന്റെ ദിക്ർ ഉരുവിടുന്നവനും ദിക്ർ ചൊല്ലാത്തവനും രണ്ടാണ്. അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുക, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് വിട്ടുപോയ ആളുകള് അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഓഫ്ലത്തിൽ പെട്ടുപോകും എന്നതാണ്. അള്ളാഹുവിന്റെ സ്മരണയില്ല, അപ്പൊ അവർ ഓഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവനും ഓർമ്മിക്കാത്തവനും ജീവനുള്ളവനും മയ്യത്തും പോലെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും സമാധാനം എന്ന ഒന്ന് കിട്ടുകയില്ല. അതുകൊണ്ട് സമാധാനം കിട്ടാൻ ഏറ്റവും നന്നായി നമ്മൾ അറിവുള്ള ആളുകളായി, പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാൻ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആയുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 കാര്യത്തിൽ വളരെ തൽപരരായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയം, നമ്മുടെ മിനിറ്റുകൾ, നമ്മുടെ ആയുസ്, ഓരോ മിനിറ്റുകളും അതുപോലെ നമ്മുടെ ആയുസ്സൊക്കെ ഈ നിലയിൽ ഉപയോഗപ്പെടുത്താൻ, അങ്ങനെ ഏറ്റവും നല്ല നിലയിൽ ഈ പരിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്തിയ മഹാഭാഗ്യശാലികളിൽ നാഥ നീ നമ്മെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും നീ ഉത്തരം നൽകണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നൊക്കെ നാഥ നമ്മെ മുഴുവൻ ആളുകളെയും കാത്തുകൊള്ളണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, പരിശുദ്ധ റമളാൻ 30ഉം സമാധാനത്തിന്റെ പെരുന്നാളും ആഞ്ഞടിച്ച് വീശുന്ന കറ്റുപോലെ അള്ളാഹുവിന്റെ റസൂൽ ദാനം ധർമ്മം നൽകാറുണ്ടായിരുന്നു. അതുപോലെ നൽകാനും ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താനും നീ നമുക്ക് മുഴുവൻ ആളുകൾക്കും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ റമളാൻ അടുത്ത റമളാൻ വരെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നീ നമ്മെ എല്ലാവരെയും സഹായിക്കുന്നാഥ, അനുഗ്രഹിക്കുന്നാഥ. നമ്മുടെ പരലോകം നീ നമുക്ക് നന്നാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംനാ വർളി അന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനാ الجنة ونجنا من النار يا رب العالمين. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.